ഫിനിക്സ് ഫ്രണ്ട്സ് എന്റർടൈൻമെന്റിലോട് ഏവർക്കും സ്വാഗതം. സുധാ കൊങ്ങര സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് പരാശക്തി. സൂര്യ നായകനാകാനിരുന്ന സിനിമയാണ് പരാശക്തി. അത് അങ്ങനെ തെന്നിമാറി നമ്മുടെ ശിവകാർത്തികേയനിൽ എത്തിച്ചേർന്നു. സിനിമ കണ്ടു, അതിന്റെ വിശേഷങ്ങളാണ് സംസാരിക്കുന്നത്. ക്യാമറ രവി കെ ചന്ദ്രൻ, എഡിറ്റിംഗ് സതീഷ് സൂര്യ, മ്യൂസിക് ജി വി പ്രകാശ്, ശിവകാർത്തികേയൻ, രവി മോഹൻ നമ്മുടെ ജയൻ രവി, അഥർവ, ശ്രീലീല തുടങ്ങിയ വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സിനിമ രാഷ്ട്രീയം, വിപ്ലവം, അതേപോലെ തന്നെ പ്രണയം, ബന്ധങ്ങൾ എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മ്യൂസിക് സൂപ്പർ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജയൻ രവിയുടെ പ്രകടനം അടിപൊളിയാണ്. അഥർവയും ശിവകാർത്തികനൊക്കെ ഓക്കെ. സിനിമ എനിക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയ ഒരു ചിത്രം. അതുപോലെ നമുക്ക് പോസിറ്റീവിലോട്ട് കിടക്കാം. പ്രകടനങ്ങൾ, ജയൻ രവിയുടെ പ്രകടനം സൂപ്പറായിട്ടാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ച കഥാപാത്രത്തിന് ജീവൻ നഷ്ടപ്പെടാതെ അത് നല്ല രീതിയിൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൂപ്പർ ആക്കിയിട്ടുണ്ട്. ശിവകാർത്തികേയനും ജയൻ രവിയും വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ജയൻ രവിയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. ആ സിനിമ മൊത്തം കൊണ്ടുപോയും ജയൻ രവിയാണ്. പിന്നെ ശിവകാർത്തികൻ അദ്ദേഹത്തിന് കിട്ടിയ റോള് മോശമല്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്, ഓക്കെ. അതെ, അഥർവ ലുക്കും ഡയലോഗൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെറുപ്പിച്ചതെങ്കിലും നമ്മുടെ ശ്രീലീലയാണ്. ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ടായിരുന്നു ആദ്യം. പിന്നെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം ഈ കഥാപാത്രത്തെ മോഡി ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെയാണ് അത് ഇതിലിട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവസാനത്തിന് ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ കുറേ ഡാൻസുകളും എല്ലാം കയറ്റി കൊടുത്ത് അദ്ദേഹത്തിന്റെ ആ റോള് മോശമല്ലാത്ത രീതിയിൽ ഒപ്പിച്ചു എന്ന് വേണം പറയാം. പിന്നെ ഇത് ഒരു എല്ലാ ഭാഷയിലുള്ള നടന്മാരും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അവരവരുടെ റോളുകൾ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാവരും, വലിയ റോളൊന്നുമില്ല, ചെറിയ റോളുകളാണ് എല്ലാവർക്കും കൊടുത്തത്. അതൊക്കെ അവർ മോശമില്ലാത്ത രീതിയിൽ എല്ലാം അവർ ഒപ്പിച്ചു ചെയ്തിട്ടുണ്ട്. അതാണ് പ്രകടനങ്ങളാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ടൊന്നും. ജി വി പ്രകാശിന്റെ മ്യൂസിക് രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ജി വി പ്രകാശിന്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി മ്യൂസിക്കാണ്. നമുക്ക് സിനിമ ചില സമയത്ത് ബോറടിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മ്യൂസിക് കൊണ്ട് നമ്മൾ ആ ഡയലോഗിന് ഇടയ്ക്കുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ പാട്ടുകൾ അത്ര പോരെങ്കിലും മ്യൂസിക്കൊക്കെ അദ്ദേഹം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് മ്യൂസിക് ഭയങ്കരമായിട്ട് സിനിമയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിലെ വിഷ്വലാണ്. വിഷ്വലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കളറിങ് ആണെങ്കിലും മേക്കപ്പ്, അതേപോലെ ഇവരുടെ കോസ്റ്റ്യൂംസ്, ഇതെല്ലാം അടിപൊളിയായിട്ടാണ്. കാരണം വിഷ്വൽ അത് ആ രീതിയൊക്കെ നല്ല രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് നല്ല രീതിയിൽ കാണുന്ന ആ പഴയ കാലഘട്ടമൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആ ചെയ്തു വെച്ചിരിക്കുന്നത്. വിഷ്വൽ ആണ് ഏറ്റവും നന്നായിട്ട് തോന്നിയത്. നാലാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ പൊളിറ്റിക്സ്. നമ്മുടെ ഇപ്പം പിന്നെ മലയാളം, തമിഴ്, തെലുങ്ക്, ഓരോ തമിഴന്മാർക്ക് തമിഴ് ഭാഷ എന്ന് പറയുന്നത് അവർക്ക് ജീവനാണ്. അതുപോലെ നമുക്ക് മലയാളികൾക്ക് മലയാളം എന്നൊക്കെ പറയുന്നു. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ഭാഷ അത് ജീവനാണ്. അതേപോലെ തന്നെ ഈ നമ്മുടെ രാഷ്ട്രഭാഷ ഹിന്ദിയാണ് എന്നുള്ള ഇതിൽ അത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ രീതിയിലുള്ള ഭാഷാപരമായ കൈകാര്യം ചെയ്തത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇനി നമുക്ക് നെഗറ്റീവിലോട്ട് കിടക്കാം. ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പ്രണയരംഗങ്ങളൊക്കെ വെറും മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലാണ് പ്രണയരംഗങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബന്ധങ്ങൾ, സഹോദര ബന്ധങ്ങൾ അല്ലെങ്കിൽ പോരാട്ടം, ഇതിനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇതൊന്നും ഫീൽ ചെയ്യിക്കുന്ന രീതിയിലല്ല ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നെഗറ്റീവ് എന്ന് വെച്ചാൽ ഈ പഴയ കാലഘട്ടങ്ങളൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും അവസാനമൊക്കെ ആകുമ്പോൾ ഒരു നാടകം പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ഡയലോഗുകൾ, പ്രത്യേകിച്ച് ശിവകാർത്തികേയനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചാണോന്ന് അറിയത്തില്ല, ശിവകാർത്തികേയന്റെ ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ഒരു നാടകം പോലെയായിരുന്നു. അദ്ദേഹം അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ വേണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കണ്ടായിരുന്നു. കാരണം അദ്ദേഹം വേറെ സിനിമകളിലൊക്കെ ഏത് കഥാപാത്രം, ഒരു മിമിക്രി കഥാപാത്രമൊക്കെ ഒരു രാജാവിനെ പോലെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് അങ്ങനെ വരുമ്പോൾ ഒരു നാടക രീതിയിൽ തന്നെയാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം പഴയ കാലഘട്ടത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയാണ്. പിന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും ഒരാൾ ഡയലോഗ് കഴിഞ്ഞു, പിന്നെ അടുത്ത ആൾ അത് ഓർത്തിട്ട് പറയുന്നു, പിന്നെ മറ്റൊരാൾ അത് കഴിഞ്ഞായിട്ട് പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള അതൊരു നാടക ഫീൽ നമുക്ക് ചെയ്തു. ഇതൊക്കെയാണ് ഈ സിനിമയുടെ മൊത്തത്തിൽ എനിക്ക് തോന്നിയ പ്രശ്നങ്ങൾ. പിന്നെ അതിനകത്ത് ഒന്ന് തോന്നിയത് ഈ മ്യൂട്ട് ചെയ്ത് ഇവർ കുറേ ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യാൻ വേണ്ടി സെൻസർ ബോർഡിൻ്റെ പണിയാണത്. അത് എന്തിനാണെന്ന് മനസ്സിലാവുന്നത്. അവരുടെ ലിപ് മൂവ്മെൻറ്റും ഒക്കെ ആകുമ്പോൾ നമുക്ക് ആ സന്ദർഭവും വെച്ച് നോക്കുമ്പോൾ അവരെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും, നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ അത് മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യകത ഇല്ലായിരുന്നു. അതാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്.
പിന്നെ ഈ സിനിമ മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ പോരാട്ടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. എന്തൊക്കെയോ പോരായ്മകളുണ്ട്, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ വൺ ടൈം വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു മൂവിയാണ്. നിങ്ങൾ എന്താണെങ്കിലും പോയിട്ട് ചിത്രം കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണ് കൂടുതലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.